നമസ്കാരം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിയിലെ ഒരു പുതിയ ലൈറ്റ് കത്തി. എന്താ സംഭവം എന്ന് വെച്ചാൽ 2 ടയറിൽ കാറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, എന്താണ് ടയറിൽ കാറ്റ് കമ്മിയാണ്, വേറെ എന്തോ ഒരു വലിയൊരു ചിഹ്നമൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് ചിഹ്നം മനസ്സിലായില്ല. ടയറിൻ്റെ കാറ്റ് കമ്മി, അതിൽ ടയർ ചെക്ക് ചെയ്യട്ടെ. കാറ്റ് കമ്മിയാണെങ്കിൽ അടിക്കണമല്ലോ. എന്തായാലും ഒന്ന് നോക്കട്ടെ എന്താണ് അവസ്ഥ എന്ന്. ഞങ്ങൾ എൻ്റെ അങ്ങാടി തന്നെയുള്ള ആ ടയറിൻ്റെ കടയിലൊന്നും പോയി നോക്കുമ്പോൾ ഈ ടയർ കണ്ട ആരെങ്കിലും പറയുമോ കാറ്റ് കമ്മിയാന്നുള്ളത്? ഒരു കുറവും കാണുന്നില്ല. 30 ഉള്ളത് ചെക്ക് ചെയ്തപ്പോൾ, അങ്ങനെ 36 ആക്കി ഇപ്പോൾ. പഞ്ച് എത്രത്തോളം ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. കാരണം വെച്ചാൽ അവർ കാറ്റ് കുറഞ്ഞപ്പോഴേക്ക് മെസ്സേജ് വന്നു. അപ്പോൾ നമുക്ക് എല്ലാ സർവീസ് സെൻറ്റർ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ നമ്മുടെ അടുത്തുള്ള വട്ടാവർമ്മ അങ്ങാടിയിലുള്ള ഒരു ടയർ കടയിൽ പോയി. അപ്പോൾ അവൻ പറഞ്ഞു 36 സാധാരണ എല്ലാ വണ്ടിക്ക് വെക്കാറ് പറഞ്ഞു. ഓക്കെ 36 വെക്കാൻ പറഞ്ഞു. പക്ഷേ 36 വെച്ചിട്ടും ലൈറ്റൊന്നും കെടുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, പഞ്ച് ഓണേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, EV പുതിയ ഫേസ് ലിഫ്റ്റ് ഓണേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞപ്പോൾ അതിലൊരാൾ പറഞ്ഞു നമുക്കത് 38 നമ്മുടെ കണക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ 38 പോയി രണ്ടാമത് വീണ്ടും പോയി അടിച്ചു. ഡ്രൈവർ സൈഡിലെ പോസ്റ്റുമലേ, ആ ഡോർ പോസ്റ്റുമേ കറക്റ്റ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഓരോ ടയറിലും വേണ്ട കാറ്റിൻ്റെ ഇത് കാണിക്കുന്നത്. അപ്പോൾ 38 പറയുന്നത്, 38 34 പറയുന്നത്. 36 ആക്കിയിട്ട് അല്ല 38 ആക്കണം. അപ്പോൾ ഇത് പിന്നീടാണ്, നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു, ആ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉള്ളത് കാണുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും പോയി ആ 36 എന്നുള്ളത് 38 ആക്കിയിട്ടുണ്ട്. ഇനി എന്താവും നോക്കാം. ഫ്രണ്ട് രണ്ട് 38 ആക്കി. പക്ഷെ എന്നിട്ട് ആ ലൈറ്റ് ഓഫ് ആകുന്നില്ല. അപ്പോൾ അതിൽ കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ TPMS സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേ നോക്കി എങ്ങനെ ചെയ്യേണ്ടത് അറിയുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഈ വീഡിയോസ് നോക്കി. അപ്പോൾ അതിൽ പല മോഡലിനും പല ഐറ്റംസ് വീഡിയോസ് കണ്ടു. അപ്പോൾ അതിലൊന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല തോന്നി. അത് വെച്ച് ഇങ്ങനെ ചെയ്ത് നോക്കി. ഓക്കെയാണ്, കറക്റ്റായിട്ട് ചെയ്തു. ഇപ്പോൾ എയർ ഓക്കെ ആയി, പ്രശ്നം കഴിഞ്ഞു. നമ്മൾ TPMS സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ക്രൂയിസ് കൺട്രോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് വരണം. അപ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്ന് അടിച്ചു വന്നാൽ നമുക്ക് സെറ്റിങ്സ് വരും. സെറ്റിങ്സ് വന്നു. ഓക്കെ, ഇനി സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ബട്ടൺ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് പോവുക. അപ്പോൾ അവിടെ താഴേക്ക് വരുമ്പോൾ TPMS വന്നു. അതിനെ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, TPMS റീസെറ്റ് ക്ലിക്ക് ചെയ്യുക. യെസ്, ആ ചിഹ്നം വന്നു. ഓക്കെ, TPMS സെറ്റായി. പിന്നെ നമ്മുടെ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ടയറിൻ്റെ വിഷയം, ആ ഒരു ടയറിൻ്റെ കുറവ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റെഡി. ആ ചിഹ്നം പോയി, സെറ്റായി. എങ്ങനെയാണ് TPMS സെറ്റ് ചെയ്യുന്നത്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ, അഥവാ എങ്ങാനും പഞ്ചറായി കഴിഞ്ഞാൽ കുടുങ്ങിയില്ലേ. കാരണം ടയറില്ലല്ലോ, നമുക്ക് സ്റ്റെപ്പിന് ടയറില്ലല്ലോ വണ്ടിക്ക്, 5 EV സ്റ്റെപ്പിന് ടയറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കാറ്റൊക്കെ കൃത്യമായി നോക്കിക്കൊണ്ടുവരാൻ ഏറ്റവും ബുദ്ധി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് TPMS സെറ്റ് ചെയ്യുന്നത്. ബൈ.